ഒരൊറ്റ സംഭവം ഞാൻ ബറക്കത്തിന് വേണ്ടി പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബ് തന്ന നിഅമത്തിനെ കുറിച്ച് നല്ല ബോധം വേണം. അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിചാരം വേണം. ഖൈറായ വാക്ക് നമ്മൾ പറയാൻ ശ്രമിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അധിക സംഭാഷണത്തിലും ഖൈറില്ല, അധിക സംസാരത്തിലും ഖൈറില്ല. ഖൈറുള്ള സംസാരം എന്തേ ഉള്ളൂ? ഇല്ലാ മൻ അമറ ബിസ്സദഖ, സ്വദഖ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്നാക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം. ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല, വേർതിരിക്കാൻ വേണ്ടിയല്ല, പരസ്പരം കുറ്റം പറയാൻ വേണ്ടിയല്ല, അമ്മായി അമ്മയും പുതിയ മരുമക്കളെയും തെറ്റിക്കാൻ വേണ്ടിയല്ല, കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ജേഷ്ഠനെയും അനുജനെയും വേർപിരിക്കാൻ വേണ്ടിയല്ല. അത്തരം സംസാരങ്ങളല്ല പറയേണ്ടത്. അവർക്കിടയിൽ ഇസ്ലാഹും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്നാക്കാനുള്ള സംസാരമാണ് ഖൈറിന്റെ സംസാരമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് ഉറപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറയുന്നു, മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ഫമൻ യഫ്അൽ ദാലിക ഇബ്തിഗാ മർളാത്തില്ലാഹ്. ഖൈറായ സംസാരം ആരെങ്കിലും റബ്ബിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ ഫസൗഫ നുഅതീഹി അജ്റൻ അളീമാ, ആഖിറത്തിൽ വലിയ പ്രതിഫലം അവന് നാം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു തന്ന നാവ് അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചിന്ത വേണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചിന്ത വേണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, ബോധ്യപ്പെടാത്ത വിഷയം നീ പറയാൻ പാടില്ല, ബോധ്യപ്പെടാത്ത വിഷയം പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് പോലും, ഇങ്ങനെയുണ്ട് പോലും, ഇപ്പോലും കൂട്ടിയ വർത്താനം പറയാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, വ്യക്തമായി ബോധ്യപ്പെടാത്ത വിഷയം സംസാരിക്കാൻ വേണ്ടി പാടില്ല. ബോധ്യപ്പെട്ടതേ സംസാരിക്കാവൂ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹുവിനോട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ചെറിയ നിഅമത്താണെങ്കിലും എത്ര വലിയ നിഅമത്താണെങ്കിലും അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ റിക്കാർഡാണ്, അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ വിചാരണയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാ നമ്മളോട് പറഞ്ഞത്. എത്ര ചെറിയ നിഅമത്താണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, റബ്ബ് നമുക്ക് തന്ന നാവ് എത്ര വലിയ അനുഗ്രഹമാണ്. ആ നാവ് കൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാമല്ലോ, ആ നാവ് കൊണ്ട് നമുക്ക് ഹബീബിലേക്ക് അടുക്കാലോ, ആ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാലോ, ആ നാവ് കൊണ്ട് ഖുർആൻ ഓതാലോ, ആ നാവ് കൊണ്ട് നല്ലത് പറയാലോ. ആ നാവ് വാപ്പക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല, ഉമ്മക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല, ഭാര്യക്കെതിരെ സംസാരിക്കാൻ പാടില്ല, അതുപോലെ കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് നാവ് ഉപയോഗിക്കാൻ പാടില്ല. നാവ് വലിയ ദുരന്തമുണ്ടാക്കുന്ന അവയവമാണെന്നുള്ള ചിന്തയോട് ആ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ശഅബാനോടുകൂടെ എന്റെ ജീവിതം ഒന്ന് നന്നാവണം. എനിക്ക് ആഖിറത്തിലേക്ക് യാത്ര പിരിഞ്ഞു പോകുമ്പോ മഹാന്മാര് പോയതുപോലെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. ആഖിറത്തിലേക്ക് യാത്ര പോകുമ്പോ സന്തോഷത്തോടെ പോകാൻ കഴിയണമെന്ന ചിന്തയോടുകൂടെ റബ്ബിന്റെ നിഅമത്തോർത്തുകൊണ്ട് ചിന്തിച്ച് ജീവിച്ചവരായി നാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട വലിയ മഹാനാണ് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വില മനസ്സിലാക്കി തന്ന മഹാനാണ് ആ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് മഹാന്റെ കൽബിലേക്ക് ഒരു ആശ വരുന്നു. എന്താണ് ആശ എന്നറിയോ? ഒരു പഴുത്ത റുമ്മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നു.
ഒരു പഴുത്ത റുമ്മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ അത് തിന്നാമായിരുന്നു എന്ന് ചിന്തിച്ച് സയ്യിദുനാ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, കുറേ അങ്ങ് നടന്നപ്പോ അതാ വഴിവക്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പൊതുസ്വത്തായ, എല്ലാവർക്കും യാത്ര പോകുന്നവർക്ക് തിന്നാൻ പറ്റുന്ന അനുവദനീയമായ ഒരു റുമ്മാൻ നിലത്ത് വീണ് കിടക്കുന്നു. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ റുമ്മാമ്പഴം എടുത്തു, അതിന്റെ തൊലിയങ്ങ് പൊളിച്ചു, അതിന്റെ കുരു എടുത്ത് വായിലിട്ട് ചവച്ചപ്പോൾ അത് പഴുത്തിട്ടില്ല, ചവർപ്പാണ്. പൂർണ്ണമായി പഴുക്കാത്തത് കൊണ്ടൊരു ചവർപ്പ് മധുരമാണ് കിട്ടിയത്. മഹാനവർകൾ ആ റുമ്മാമ്പഴം വലിച്ചെറിഞ്ഞു. പിന്നെയും പഴുത്ത റുമ്മാമ്പഴം കിട്ടണമെന്ന് ആശ വെച്ച് നടക്കുകയാണ്. കുറെ അങ്ങ് നടന്നപ്പോൾ അതാ റോഡ് സൈഡിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. ഒരാൾ റോട്ടിൽ കിടക്കാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് റോട്ടിൽ കിടക്കുന്നതാണ്? ഇബ്രാഹിമുൽ ഖവാസിന് പരിചയമൊന്നുമില്ല, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെ ഒന്നും കാലമല്ലാത്തതൊന്നും പരിചയമില്ല. അടുത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ റോട്ടിൽ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ വലിയ വലിയ തേനീച്ചകൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന് കുത്തുകയാണ്. തേനീച്ച കുത്തുമ്പോൾ വേദന കൊണ്ട് പുളയുന്നതിന് പകരം അയാൾ ക്ഷമയോടെ ആ തേനീച്ചയുടെ കുത്തേറ്റുകൊണ്ട് കിടക്കുന്നുണ്ട്. ശരീരം വീർത്തു വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് വേദനിച്ചു പോയി. കാരണം മറ്റുള്ളവന്റെ ശരീരത്തിന്റെ വേദന തന്റെ വേദനയാണെന്ന് കാണുമല്ലോ എന്ന് ചിന്തിച്ച് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് അസ്സലാമു അലൈക്കും യാ ഫുലാൻ, പേര് വിളിക്കറിയാത്തത് കൊണ്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ കമിഴ്ന്നുകൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് സലാം അടക്കുന്നു. വഅലൈക്കുമുസ്സലാം യാ ഇബ്രാഹിം. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അയാൾ സലാം അടക്കുകയാണ്. അപ്പോഴാണ് മഹാൻ അത്ഭുതപ്പെടുന്നു, പടച്ചവൻ എന്തൊരു കാഴ്ചയാണ്! ഞാൻ ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ല, ഇയാൾ എന്നെ കണ്ടിട്ടില്ല, ഞാനും അയാളും തമ്മിൽ ഒരു പരിചയവുമില്ല. വാട്സാപ്പിന്റെ ഗ്രൂപ്പിലൊന്നും ഇയാള് മെമ്പറല്ല. പിന്നെങ്ങനെയാണ് ഇയാൾക്ക് എന്നെ പരിചയം? എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഉടനെ ചോദിച്ചു ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു, ഓ മോനെ, ഹൽ തഅരിഫൂനി, നിനക്ക് എങ്ങനെയാ എന്നെ മനസ്സിലായത്? എങ്ങനെയാണ് ഞാൻ ഇബ്രാഹിമുൽ ഖവാസ് ആണെന്ന് മനസ്സിലായത്? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഇബ്രാഹിം മൻ ഖാഫല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈഇ. അല്ലാഹുവിനെ വല്ലവനും ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ അയാളുടെ മേൽ അവ്യക്തമായി ഒന്നുമില്ലല്ലോ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാത്ത വിഷയമൊന്നുമില്ലല്ലോ. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബകം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവ്യക്തമായ ഒന്നുമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ ചില്ലറക്കാരനല്ല, ഇയാൾ സാധാരണക്കാരനല്ല. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ വലിയ നിങ്ങൾ വലിയ മഹാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ വഴിവക്കിൽ കിടന്നുകൊണ്ട് കടന്നലിന്റെ കുത്തേറ്റ്, തേനീച്ചയുടെ കുത്തേറ്റ് കൊണ്ട് വേദന പൊളയുന്നത് കാണുമ്പോൾ എനിക്ക് കൽബിന് സങ്കടമുണ്ടായി പോയി. നിങ്ങൾ വലിയ മഹാനാണല്ലോ, നിങ്ങൾക്കൊന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൂടെ? ഈ കടന്നൽ കുത്തേറ്റുകൊണ്ട് കടന്നലിന്റെ കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഈ ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനോട് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇബ്രാഹിമുൽ ഖവാസുകളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ മറുപടി, ഓ ഇബ്രാഹിം, ഇന്നി ലഅരിഫു ലക ഹാലൻ, നിങ്ങളും വലിയ മഹാനല്ലേ, നിങ്ങളും വലിയ മഹാനല്ലേ, നിങ്ങൾക്കും ഒന്ന് പടച്ചവനോട് ദുആയിരുന്നൂടെ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പഴുത്ത റുമ്മാമ്പഴം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? കിട്ടിയ റുമ്മാൻ പഴുക്കാത്തത് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും പഴുത്ത റുമ്മാമ്പഴം കിട്ടാൻ വേണ്ടി ആശിച്ച് നടക്കുകയല്ലേ? നിങ്ങൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ? പടച്ചവനെ, എന്റെ കൽബിൽ റുമ്മാമ്പഴത്തോടുള്ള ആശ നീ തരല്ലേ അല്ലാഹ് എന്ന് നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെ? ഉടനെ ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഇബ്രാഹിം, നിങ്ങൾക്ക് എന്നെ ഓർത്ത് വിഷമമുണ്ടല്ലേ? കടന്നൽ കുത്തേറ്റുകൊണ്ട് എന്റെ ശരീരത്തിൽ ഈച്ച കുത്തുന്നത് കാണുമ്പോ സങ്കടമുണ്ട് അല്ലേ? എന്നാൽ എനിക്ക് സങ്കടം എന്നെ ഓർത്തിട്ടല്ല, എന്റെ സങ്കടം നിങ്ങളോർത്തിട്ടാ. നിങ്ങളോർത്തിട്ട് എന്റെ മനസ്സ് വേദനിക്കുകയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഇബ്രാഹിം, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യനിക്കൊരു ചെറിയ കാലിന് മുള്ളു നിറച്ചാൽ അതയാൾ ചെവിച്ചാൽ സ്വർഗത്തിൽ അയാൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മുത്തായ തങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഓരോ കടന്നൽ എന്നെ കുത്തുമ്പോഴും ഞാൻ സ്വർഗത്തിൽ എന്റെ വലിയ സ്ഥാനം ഉയരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാ. സ്വർഗത്തിന്റെ സ്ഥാനം കാണുമ്പോ കടന്നലിന്റെ വേദന അറിയുന്നില്ല. അതങ്ങനെയാണ്. സ്വർഗത്തിന്റെ സ്ഥാനം കാണുമ്പോ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഈ കടന്നലിന്റെ വേദനയെ തോന്നൂല്ല. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഗർഭിണിയാകുന്ന സഹോദരിമാർ ഖുതുബിയത്തിന്റെ മജ്‌ലിസിൽ നേർച്ചയാക്കും. എന്തിനാ ഗർഭിണി നേർച്ചയാക്കുന്നതിനാ? സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഖുതുബിയത്തിലേക്ക് നേർച്ചയാണ്. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് ചിരിച്ചോണ്ട് പ്രസവിച്ചില്ല? നല്ല സുഖത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ചോദിക്കുങ്ങള് പ്രസവിച്ച ശേഷം നല്ല സുഖമല്ലേ ചോദിച്ചു നോക്കിയ? പക്ഷേ വേദന സഹിച്ച പ്രസവിക്കാൻ പിന്നെ ഓപ്പറേഷൻ അസുഖം അല്ലെ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ ഈ വേദന സഹിച്ച് പ്രസവിക്കുന്ന പേരെന്താ? സുഖപ്രസവം. എന്താ കാരണം? ആ പ്രസവത്തിന് ശേഷം കിട്ടുന്ന ഭാവി കിട്ടുന്ന നിയമത്ത് ഓർക്കുമ്പോ ഇതൊരു പ്രശ്നമല്ല. ഇന്ന് വരെ ഒരു പ്രസവിച്ച പെണ്ണ് ഇന്ന് രണ്ടാമത് പ്രസവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? മക്കൾ ഇനിയും കിട്ടിയാൽ ആ മക്കള് ഭാവിയിൽ കിട്ടുന്ന മക്കളെ ഓർക്കുമ്പോ ഈ പ്രസവ സമയത്തുള്ള കുറച്ച് സമയത്തുള്ള വേദന എന്തല്ല ഒരു പ്രശ്നമല്ല. സ്വർഗത്തിന്റെ അനുഭൂതിയും സ്ഥാനമാനങ്ങളും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കടന്നൽ കുത്തിന്റെ വേദന എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എന്റെ ബേജാറ് നിങ്ങളെ ഓർത്തിട്ടാണ്. എന്തേ എന്നെ ഓർത്തിട്ടുള്ള വിഷമം? നിങ്ങൾ വരുന്ന വഴിക്ക് റുമ്മാമ്പഴം കിട്ടാൻ ആശ വെച്ചില്ലേ? കിട്ടിയത് റുമ്മാമ്പഴമാണെങ്കിലും പൊളിച്ചു നോക്കിയിട്ടതിന്റെ കുരുവെടുത്ത് വായിലിട്ട് ചവച്ചില്ലേ? ചവച്ചപ്പോ ഒരു ചെറിയ പുളിയുള്ള രസം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലേ? മധുരം കിട്ടിയില്ലെങ്കിലും ഒരു രസമുള്ള പുളി നിങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇബ്രാഹിം ثم لتسألن يومئذ عن النعيم. എല്ലാ സുഖങ്ങളെ കുറിച്ചും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? നാളെ ഈ റുമ്മാമ്പഴത്തിന്റെ രസത്തെക്കുറിച്ച്, റുമ്മാമ്പഴത്തിന്റെ സുഖത്തെക്കുറിച്ച് പടച്ച റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് വിയർക്കുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ബേജാറിലാണെന്ന് ഈ ചെറുപ്പക്കാരൻ മറുപടി കൊടുത്തപ്പോൾ സയ്യിദുനാ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. സഹോദരങ്ങളെ, ആ ഒരു ചെറിയ റുമ്മാമ്പഴത്തിന്റെ സുഖം പോലും ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വെക്കുമ്പോ സാധുക്കളായ എനിക്കും നിങ്ങൾക്കും ഖാലിഖായ റബ്ബ് തന്ന സുഖം എത്രയാണ്? നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് എത്രയാണ്?
നമുക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യം എത്രയാണ്. എടുത്തല്ലേ ഫലസ്തീന്റെ മക്കൾക്ക് സമാധാനം കിട്ടിയത്. എത്ര മാസങ്ങളാണ് ആ പാവപ്പെട്ട കുടുംബം, പാവപ്പെട്ട ജനത പ്രയാസത്തിൽപ്പെട്ടു പോയത്. അള്ളാഹു അവർക്ക് സമാധാനം ഇനിയും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു രക്തസാക്ഷിയുടെ പ്രതിഫലം കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ അനാഥമായ മക്കൾക്ക് അള്ളാഹു സനാഥത്വം നൽകുമാറാകട്ടെ. നമ്മളെപ്പോലെ ജീവനുള്ളവരല്ലേ അവർ, നമ്മളെപ്പോലെ മനുഷ്യന്മാരല്ലേ അവർ. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്രയാ കഷ്ടപ്പെട്ടത്. നമ്മൾ എത്രയാ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത്. നമ്മൾ എത്രയാ റബ്ബിന്റെ നിഅമത്ത് കളഞ്ഞു കുളിക്കുന്നത്. നമുക്ക് എത്രയാ റബ്ബ് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നത്. ആ റബ്ബിന്റെ നിഅമത്ത് ഓർക്കുമ്പോൾ ഞാനും നിങ്ങളും എന്താ റബ്ബിന് വേണ്ടി ചെയ്തത്? നാം ഒന്നും അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടില്ല. നാം അള്ളാഹുവിനക്ക് വേണ്ടി നന്ദി കെട്ടവർ മർമ്മവർഗമായി നന്ദികേട് കാണിക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷിയല്ലേ, ലൈൻ കഫർതും മിൻ അദാബി ലശദീദ്, നന്ദി കെട്ടവരായാൽ എന്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടവരാണ് നമ്മൾ. ഇവിടെയുള്ള നിഅമത്തുകളൊന്നും കാലകാലമുള്ളതല്ല എന്ന തിരിച്ചറിവോടുകൂടെ ആഖിറത്തിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയ നിഅമത്തുകൾ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ, ഹബീബായ തങ്ങൾ പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തണം. പരിശുദ്ധ റമളാനാ വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാവ് കെട്ടിയിട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതണം. ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ സമയം കണ്ടെത്തണം. എന്ന് മാത്രമല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ധാരാളം ഹയാത്താക്കണം. കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, വമൻ നഹിയാ സുന്നതി കാന ഹബ്ബനി, എന്റെ സുന്നത്ത് വല്ലവനും ഹയാത്താക്കിയാൽ അവൻ എന്നെ ഇഷ്ടം വെച്ചവനാണ്. വമൻ ഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ വല്ലവനും ഇഷ്ടം വെച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുന്നത്തുകൾ നമ്മൾ ധാരാളം ശ്രദ്ധിക്കണം. അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കാൻ നിൽക്കുന്നവരാവരുത്. കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നവരായി മാറരുത്. നാം പരമാവധി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നവരാവണം. അയൽവാസികളോട് നല്ല സൗഹൃദപരമായി പെരുമാറുന്നവരാവണം. കുടുംബ ബന്ധം മുറിക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. അയൽപക്ക ബന്ധം മുറിക്കുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. കഴിവിന്റെ പരമാവധി നല്ല വാക്കുകൾ പറയാൻ സമയം കണ്ടെത്തണം. അള്ളാഹുവിലെ കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഖൽബ് എപ്പോഴും നന്നാക്കുന്നവരാവണം. അതിന് ഏറ്റവും നല്ലവരുന്നായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ഏതാനും ചില ടിപ്സുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടിപ്സ് ബർക്കത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടി മരിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തെ ടിപ്സ് എന്താണെന്നറിയോ? എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര പേരുണ്ടെങ്കിൽ ചെയ്യണം ചെല്ലുന്നവർ ജീവിതത്തിൽ പകർന്നവരുണ്ടോ? എല്ലാ ദിവസവും 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആൾക്കാർക്ക് കൈമന്തിച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹു നേർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ചെയ്യാത്തവർ ഇന്നു മുതൽ പ്രതിജ്ഞ എടുത്തോളൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള ഏറ്റവും നല്ല വഴി 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ടിപ്സ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, 10 പേരോടെങ്കിലും ഒരു ദിവസം നിങ്ങൾ സലാം പറയുക. 10 പേരോടെങ്കിലും നിങ്ങൾ ഒരു ദിവസം സലാം പറയുക. അത് ഈമാൻ കിട്ടി മരിക്കാൻ കാരണമായി തീരുന്ന സദേ അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് സലാം പറഞ്ഞൊക്കെ ഭയങ്കര മടിയാ. സലാം പറച്ചിൽ ഒരു വലിയ ലാഘവത്തോടു കൂടി കാണുന്നവരല്ല. അറബികളാകുന്ന ആളുകളൊക്കെ എത്ര താല്പര്യത്തോടു കൂടിയാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. സലാം പറയുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു അമലായി കണ്ടവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്തെ കിറാം. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തായി മരിക്കണം. അവസാനം ആഖിബത്ത് നന്നായി മരിക്കണം. അതിനുവേണ്ടിയുള്ള അധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനെ പറ്റി ഈ 2 മരുന്ന് എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾക്ക് ഒരു ഗിഫ്റ്റായി ഞാൻ സമ്മാനമായി നൽകുകയാണ്. നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ പാരായണം ചെയ്യണം. 10 ആളുകളോട് എല്ലാ ദിവസവും സലാം പറയണം. ചുരുങ്ങിയത് 11 ആയതുകൊണ്ട് കുറഞ്ഞു പോകില്ല. ചുരുങ്ങിയത് 10 പേരോടെങ്കിലും സലാം പറയണം. അതൊക്കെ നമ്മുടെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള
ചെറിയ ചെറിയ ടിപ്സുകളാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബിൽ തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസ് പ്രദാനം ചെയ്യണം അല്ലാ. ഈമാനും ഹിദായത്തും നേർത്തി തരണം അല്ലാ. ഞങ്ങളെ കയ്യിലേക്ക് അമാനത്തായി നൽകിയ ഹിദായത്തിന്റെ വെളിച്ചം യാ റബ്ബനാ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കെട്ടുപോകാതെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ആഖിബത്ത്